ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേര് പറയുന്ന ഒരു സംശയമാണ്, എന്നെ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ചില സമയത്തൊക്കെ. പക്ഷെ ചില സമയങ്ങളിൽ അവൾ അഭിനയിക്കുകയാണോ എന്നൊക്കെ തോന്നാറുണ്ട്, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങളെ സഹായിക്കുന്ന, അതായത് അവർ നിങ്ങളോട് അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള പ്രണയമാണോ അവർക്ക് നിങ്ങളോടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, അവൾ നിങ്ങളോട് പ്രണയം നടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിയുക, അതിനുള്ള ഒരു 4-5 പോയിന്റ്സും സൈനുകളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സൈനുകൾ എന്നുള്ളത്. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ കാണുന്ന സമയത്ത് അവർക്ക് അത്ര വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ ഒരാളെ കാണുന്ന സമയത്ത് നമുക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഉണ്ടാവില്ല. സാധാരണ പോലെ നമ്മൾ പോകുന്നു, ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു, സംസാരിക്കുന്നു, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് പ്രണയിക്കുന്ന, അല്ലെങ്കിൽ കാണാനൊക്കെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരാളെയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലാ തിളക്കം കാണാൻ കഴിയുമെന്നൊക്കെ പറയാറുണ്ട്. അത് സത്യമാണ്. നമ്മളുടെ സന്തോഷം നമ്മുടെ മുഖത്ത് കാണാനായിട്ട് കഴിയുന്നുള്ളതാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാനായിട്ടും അറിയാനായിട്ടും കഴിയും. സോ ഇത്തരത്തിലൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ആ ഒരു പേഴ്സന്റെ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ കണ്ണിൽ കാണുന്നില്ല, അല്ലെങ്കിൽ മുഖത്ത് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ, സാധാരണ ഒരു പേഴ്സണെ കാണുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അങ്ങനെ മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഉറപ്പിക്കേണ്ട കാര്യം, നിങ്ങളെ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അതായത് ചിലപ്പോൾ പുറമെ ഒരുപാട് ഇഷ്ടമുള്ള പോലെ പറയുന്നുണ്ടാവും, കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു രീതിയിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു സൈനായിട്ട് എടുക്കാം. അവർക്ക് നിങ്ങളോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ രീതിയിൽ പറ്റിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, ഒരുപാടൊന്നും നിങ്ങളെ ഇഷ്ടമല്ല, നിങ്ങളോട് സ്നേഹം നടിക്കുകയാണ് എന്നുള്ളത്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങളെ മീറ്റ് ചെയ്യാനൊന്നും അത്ര വലിയ താല്പര്യം അവർ കാണിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. മീൻസ് എപ്പോഴും നിങ്ങളായിരിക്കും അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവുക, മുൻകൈ എടുക്കുന്നുണ്ടാവുക. നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് വെച്ചൊന്ന് കാണാം, നീ ഒന്ന് വരുമോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടാവും. ഒന്ന് വരും, ഒന്ന് കാണാനാണ്, ഒന്ന് സംസാരിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് ചെന്ന് പറയേണ്ടി വരുന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ പറയുന്ന സമയത്തൊക്കെ അവരെന്തെങ്കിലും തിരക്കുകൾ പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരായിട്ട് ഇങ്ങോട്ട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടാവില്ല നമുക്ക് മീറ്റ് ചെയ്യാം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും, അവരുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കും അവർ നിങ്ങളെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. സോ ഇത്തരത്തിൽ നിങ്ങളെ കാണാനായിട്ട് യാതൊരു ഇൻട്രസ്റ്റും അവരുടെ ഭാഗത്തുനിന്ന് കാണുന്നില്ല, നിങ്ങളാണ് എപ്പോഴും മുൻകൈ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ള മറ്റൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അവരധികം ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സ്നേഹിക്കുന്ന, പ്രണയിക്കുന്ന രണ്ടാളുകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സംഭാഷണങ്ങൾക്കിടയിൽ അവരുടെ ഭാവി കാര്യങ്ങൾ വരും എന്നുള്ളതാണ്. അവരുടെ മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം പറയുന്നുണ്ടാവുക. അത് സർവ്വസാധാരണമാണ്, അങ്ങനെ യഥാർത്ഥ പ്രണയങ്ങളിൽ വരണം. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടാവില്ല. ഫ്യൂച്ചറിനെ കുറിച്ചൊന്നും ഇപ്പൊ നമ്മൾ അവരോട് പറഞ്ഞാൽ തന്നെ അവർ ചിലപ്പോൾ ആ ടോപ്പിക്ക് തന്നെ മാറ്റി കൊണ്ടുണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യം സംസാരിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ചൊന്നും പറയണ്ട, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ അത് അങ്ങനെയൊന്നും കേൾക്കാൻ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ ആ ടോപ്പിക്ക് മാറ്റുന്നുണ്ടാവുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്കിനെ ചേഞ്ച് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവരായിട്ട് ഒരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചർ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല, നിങ്ങളുടെ മാരേജിനെ കുറിച്ച് പോലും അവർ സംസാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു സംസാരം നിങ്ങൾക്കിടയിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവരായിട്ട് ഒരിക്കലും അത് സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതും നിങ്ങൾക്കുള്ള ഒരു സൈൻ ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, അവർ നിങ്ങളിൽ നിന്നും കൂടുതലായി എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ അവരുടെ ഫോണിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ ഫോൺ പോലും എടുക്കാണ്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുക അവരവരുടെ ഫോണിനെ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അതായത് ചിലപ്പോൾ ലോക്കൊക്കെ ഒരുപാട് ഇട്ടായിരിക്കും വരുന്നുണ്ടാവുക. അത് നിങ്ങൾ ഫോൺ നോക്കുമോ, ഇനിയിപ്പോൾ നോക്കിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. സോ അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ആ ഫോണിനകത്ത് എന്തൊക്കെയോ ഉണ്ട് enullada. സോ അങ്ങനെ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ അവർ ഫോൺ തരുന്നുണ്ടാവില്ല, ഇനിയിപ്പോൾ തന്നാൽ തന്നെ ലോക്ക് ഓപ്പൺ ആക്കി തരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഹൈഡാണ്, അതായത് എന്തൊക്കെയോ സംതിങ് അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം അവർ മറ്റു പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അങ്ങനെ എന്തൊക്കെയോ അവർ നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും. സോ ഇത്തരത്തിൽ അവരിങ്ങനെ ഹൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ഹൈഡിങ് എനർജിയാണ് അവരിൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളോട് സ്നേഹം യഥാർത്ഥമായി കാണിക്കുന്നില്ല, പക്ഷേ യഥാർത്ഥമാണെന്നുള്ളത് നടിക്കുകയാണ് എന്നുള്ളതാണ്. അതിനുള്ള ഒരു സൈനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോയിന്റിനെ എടുക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടാവും നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഇപ്പം ആരോടും പറയണ്ട, നമുക്കത് വീട്ടിലൊന്നും പറയിക്കേണ്ട അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊന്നും പറയണ്ട,
നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ഈ രീതിയിലൊക്കെ ആയിരിക്കും അവർ നിങ്ങളോട് പറയുന്നുണ്ടാവുക. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് മൂന്നാമതൊരാൾ അറിയരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടി അവരിൽ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് മീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വല്ലാത്തൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലൊക്കെ വളരെ നെർവസ് ആയിട്ട് കാണുകയാണ്, ഒരുപാട് ടെൻഷനാണ് പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് സംസാരിക്കാൻ വല്ലാത്തൊരു പേടിയുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ വല്ലാതെ പേടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്കുള്ളൊരു സൈനായിട്ട് എടുക്കാം ആ പേഴ്സൺ നിങ്ങളോട് സ്നേഹം നടിക്കുകയാണ് എന്നുള്ളതിന്റെ. കാരണം യഥാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാൾ അറിയുന്നത് കൊണ്ട് അത്ര വലിയ ടെൻഷനൊന്നും അവർക്ക് ഉണ്ടാവില്ല. ടെൻഷൻ ഉണ്ടാവാം, ചിലപ്പോൾ അവരുടെ വീട്ടിൽ അറിഞ്ഞാലോ അല്ലെങ്കിൽ വീട്ടിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള പേടി ഉണ്ടാവാം. അതുകൊണ്ട് ആരും അറിയരുതെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം മാരേജ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥ പ്രണയമാണെങ്കിൽ അത്ര വലിയ പേടിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. അതല്ലെങ്കിൽ വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലം ആണ് എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ആരും അറിയാതെ കൊണ്ടുപോകുന്നത് കുറച്ച് കഴിയുമ്പോൾ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കേണ്ടതാണ്. അപ്പൊ പിന്നെ ആളുകൾ അറിയാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ ഒരു പെരുമാറ്റം അവരിൽ നിന്ന് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു സൈനായിട്ട് എടുക്കാം. ഇനി നമ്മളുടെ അവസാനത്തെ പോയിന്റ്, 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിലോ ദുഃഖത്തിലോ ഒന്നും അവർ കൂടെ നിൽക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ നേടിയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ പ്രത്യേകിച്ച് കോംപ്ലിമെന്റ്സും അല്ലെങ്കിൽ അപ്രിസിയേഷൻസ് ഒന്നും കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അവരുടെ സന്തോഷങ്ങളൊക്കെ നമ്മളുടെയും കൂടി സന്തോഷങ്ങളായിട്ട് മാറുന്നുള്ളതാണ്. അവർ ഹാപ്പി ആയാൽ നമ്മളും ഹാപ്പി ആവും. അതേപോലെ അവർ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അവരെ അഭിനന്ദിക്കും. അത് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യമാണ്, അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഇപ്പൊ നിങ്ങൾ എത്ര വലിയ അച്ചീവ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിലും അവർ പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളൊന്നും നൽകുന്നില്ല. ആണോ ഇങ്ങനെ പറഞ്ഞിട്ടായിരിക്കും ആ ഒരു സംഭവം അറിയുന്ന സമയത്ത് റിയാക്ട് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ ചെറിയൊരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ടാവും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതല്ലാതെ വലിയ രീതിയിലുള്ള സന്തോഷമൊന്നും അവരുടെ മുഖത്ത് കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളുടെ ദുഃഖങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്ര വലിയ സങ്കടമൊന്നും അവരിൽ അത് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ സങ്കടം ഉള്ളതുപോലെ കാണിക്കുന്നുണ്ടാവില്ല. നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട് അത്ര വലിയ മുൻകൈ എടുക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളുടെ സന്തോഷമോ ദുഃഖമോ അവരുടേത് കൂടി ആയിട്ട് അവർ കാണുന്നില്ല, അങ്ങനെ ഒരു പെരുമാറ്റവും അവരുടെ ഭാഗത്തുനിന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥമൊന്നുമല്ല, നടിക്കൽ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളോടുള്ളത് യഥാർത്ഥ പ്രണയമാണോ അല്ലേ എന്നുള്ളത്. പക്ഷെ ഇതിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെ വിലയിരുത്തരുത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു 4-5 പോയിന്റ്സ് ഒക്കെ കാണുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ ശരിക്കും നിങ്ങളോട് അഭിനയിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ അഭിനയിക്കുന്ന ഒരു പേഴ്സന്റെ മുന്നിൽ അങ്ങനെ അഭിനയിക്കാനായിട്ടോ അല്ലെങ്കിൽ അഭിനയിച്ച് തിമിർക്കുമ്പോൾ വിജയിക്കാനായിട്ടോ നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഒന്നുകിൽ നിങ്ങളായിട്ട് തന്നെ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കുക, അതല്ലെങ്കിൽ അവരോട് തുറന്ന് സംസാരിക്കുക. ശരിക്കും ഇഷ്ടമാണോ എന്നുള്ളത് തുറന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്